അടുത്തതായി ഒരു ഫംഗ്ഷന്റെ ഗ്രാഫിന്റെ താഴത്തുള്ള ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമ്മളുടെ കയ്യിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്. നമുക്ക് ഈ ഫംഗ്ഷന്റെ എ തൊട്ട് ബി വരെയുള്ള ഈ പോയിന്റ്സിന്റെ ഇടയിലുള്ള ഏരിയ അണ്ടർ ദ ഗ്രാഫ് ആണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്ലോസ് ഇന്റർവെൽ എ ബിനെ n ഈക്വൽ കഷ്ണങ്ങളായിട്ട് മുറിക്കണം. ക്ലോസ് ഇന്റർവെൽ എ ബിനെ n ഈക്വൽ കഷ്ണങ്ങളായിട്ട് മുറിക്കണം. അതായത് ക്ലോസ് ഇന്റർവെൽ എ ബിനെ നമുക്ക് പാർട്ടീഷൻ ചെയ്യണം. അപ്പോൾ n ഈക്വൽ കഷ്ണമാക്കണമെങ്കിൽ നമുക്ക് n+1 പോയിന്റ്സ് വേണം. അപ്പോൾ x0 എന്ന പോയിന്റ് സ്റ്റാർട്ടിംഗ് പോയിന്റിനെ എ എന്ന് കാണിക്കുക. എന്നിട്ട് ബാക്കി പോയിന്റ്സ് എക്സെട്ര. xn എന്ന പോയിന്റ് അവസാനത്തെ പോയിന്റ്, അത് നമ്മുടെ ബി. അപ്പൊ ഇങ്ങനെ എടുത്താൽ നമുക്ക് n ഈക്വൽ ആയിട്ടുള്ള കഷ്ണങ്ങൾ കിട്ടും. ഇനി സി ഐ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവെൽ xi-1 xiയുടെ ഇടയിലുള്ള ഒരു പോയിന്റ് ആയിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ ഓൾറെഡി കണ്ടു, ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ഹിസ്റ്റോഗ്രാം വരയ്ക്കുമ്പോൾ ഇതെങ്ങനെയാണ് ഏരിയ അണ്ടർ ദ ഗ്രാഫ് ആയിട്ട് വരുന്നതെന്ന്. അപ്പൊ അതിന് നമ്മൾ കാണിക്കുകയാണ് ഏരിയ എ ഈക്വൽ ടു ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി എ എൻ. എ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഹിസ്റ്റോഗ്രാംസ് അല്ലെങ്കിൽ ബാർ ഗ്രാഫ്സ് എടുത്തിട്ട് ആഡ് ചെയ്യണത്. ഈക്വൽ ടു ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി summation I equal to 1 to n f of ci delta x. Delta x എന്ന് പറയുന്നത് delta x equal to b minus a divided by n. ഇതിനെയാണ് നമ്മൾ അപ്രോക്സിമേറ്റ് ഏരിയ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് കാണാം. ഫൈൻഡ് an approximation to the area of the region S under the graph f of x equal to 2x plus 3 on closed interval 0 to 4 by dividing it into 5 equal parts. And choosing CI as the right endpoint of each interval. Generally നമുക്ക് ഏത് എന്നും ചൂസ് ചെയ്യാം, ഏത് സി ഐയും ചൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ എൻ എത്രയാന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്, സി ഐ എന്താണെന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലോസ്ഡ് ഇന്റർവെൽ 0-4 ആണ് എടുക്കുന്നത്. അപ്പോൾ ഇതിനെ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എ എന്ന് പറയുന്നത് 0 ആയിരിക്കും, ബി എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഇനി നമുക്ക് 5 ഈക്വൽ പാർട്സ് ആയിട്ടാണ് മുറിക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ n എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് 4 മൈനസ് 0 ബൈ 5 ഈക്വൽ ടു 4/5 എന്ന് കിട്ടും. ഇനി സി ഐകൾ. അപ്പൊ നമുക്ക് ആദ്യം ഈ പാർട്ടീഷനെ ഓരോ കഷ്ണങ്ങളായിട്ട് മുറിക്കാം. ഇതിനെ 4/5നെ ഞാൻ എളുപ്പത്തിന് 0.8 എന്ന് എഴുതാം, കാൽക്കുലേഷന്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ആദ്യത്തെ കഷ്ണം എന്ന് പറയുന്നത് 0.8, അടുത്തത് 0.8 1.6, അടുത്ത് 1.6 2.4, അടുത്തത് 2.4 3.2 and finally 3.24. ഇനി സി ഐകൾ എന്ന് പറയുന്നത് ഓരോ കറസ്പോണ്ടിങ്
ഇന്റർവെലിന്റെ റൈറ്റ് എൻഡ് പോയിന്റ് ആയിരിക്കും. ഇതിപ്പോ എഴുതിയത് xi-1 xi ആണ്. ഇനി ci കൾ റൈറ്റ് എൻഡ് പോയിന്റ്, അപ്പോ 0.8, 1.6, 2.4, 3.24. ഇവിടെ നമുക്ക് n തന്നിട്ടുണ്ട്. അപ്പോ അപ്രോക്സിമേറ്റ് ഏരിയ ഈക്വൽ ടു summation I equal to 1 to n എന്ന് പറയുന്നത് 5 ആണ്. f of ci delta x. This is equal to summation I equal to 1 to 5 f of ci delta x എന്ന് പറയുന്നത് 0.8 into 0.8. Summation ആണ്, 0.8 കോമൺ ആണ്, 0.8 പുറത്തേക്ക് എടുക്കാം. Equal to 0.8 summation I equal to 1 to 5 f of ci. അപ്പൊ നമുക്ക് ഓരോ f of ci കൾ കാണണം. f of x equal to 2x plus 3. അപ്പോൾ ഓരോ f of ci ആദ്യം f of 0.8 equal to 2 into 0.8 plus 3. With 1.6 plus 3 equal to 4.6. ഇനി f of 1.6 equal to 2 into 1.6 plus 3. 3.2 plus 3, 6.2 എന്ന് കിട്ടും. Similarly, f of 2.4 നമുക്ക് 7.8 എന്ന് കിട്ടും. f of 3.2 9.4 എന്ന് കിട്ടും. ആൻഡ് f of 4 നമുക്ക് 11 എന്ന് കിട്ടും. അപ്പോൾ ഏരിയയുടെ അപ്രോക്സിമേഷൻ ഈക്വൽ ടു 0.8 into f of c1 plus f of c2 plus f of c3 plus f of c4 plus f of c5. f of c1 plus f of c2 plus f of c3 plus f of c4 plus f of c5 equal to 0.8 into 4.6 plus 6.2 plus 7.8 plus 9.4 plus 11 equal to 31.2 square units. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ n പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി n പറഞ്ഞില്ലെങ്കിൽ എന്തുണ്ടാവും നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, find the area under the curve f of x equal to x square on the interval closed interval 0 1. Choose ci as the midpoint of each subinterval. ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്, എ ബി ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി തന്നിട്ടുണ്ട്, സി ഐ എങ്ങനെ ചൂസ് ചെയ്യണമെന്ന് തന്നിട്ടുണ്ട്. പക്ഷെ എത്ര കഷ്ണങ്ങളായിട്ട് മുറിക്കണമെന്ന് തന്നിട്ടില്ല. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്. 0 1 നമുക്ക് എ ഈക്വൽ ടു 0 ബി ഈക്വൽ ടു 1 എന്ന് പറയാം. അപ്പൊ നമ്മൾ വിചാരിക്കുകയാണ്, ലെറ്റ് us divide closed interval 0 1 into n equal parts. അപ്പോൾ ഡെൽറ്റ എക്സ് പറയാം b minus a by n equal to 1 minus 0 by n equal to 1 by n. എങ്ങനെ വരും? അപ്പൊ നമ്മൾ ഇനി n കഷ്ണങ്ങൾ എങ്ങനെ വരുന്നു നോക്കാം. നമ്മുടെ xi minus 1 xi എന്ത് വരുന്നു എന്ന് നോക്കാം. അപ്പൊ ആദ്യത്തെ 0 1 by n, അടുത്തത് 1 by n 2 by n, അടുത്തത് 2 by n 3 by n,
എക്സെട്ര. ഏറ്റവും ലാസ്റ്റ് n-1/n, 1. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് വേറെ ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്. ഇനി നമുക്ക് CI-കൾ കാണണം, അതായത് ഓരോന്നിന്റെ മിഡ് പോയിന്റ് കാണണം. CI-കൾ. അപ്പോ മിഡ് പോയിന്റ് കാണാൻ 0 + 1/n ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 1/2n. അടുത്തത് 1/n + 2/n ഡിവൈഡഡ് ബൈ 2. C2 എന്ന് പറയുന്നത് 3/2n. അടുത്തത് 2 + 3 5, 5/2n. ഇനി ഇതിന്റെ ഇടയിൽ നമുക്ക് ഒരു i-1/n, i/n ഉണ്ടാവും. അപ്പോൾ ഇതിന്റെ മിഡ് പോയിന്റ് വരിക i-1 + i, 2i-1 ഡിവൈഡഡ് ബൈ n/2. അപ്പോൾ 2n എക്സെട്ര. ഇതിന്റെ n-1/n + 1 ഡിവൈഡഡ് ബൈ 2, അതായത് 2n-1/2n. അപ്പോൾ നമുക്ക് ഓരോന്നായി ഇനി നമുക്ക് ഫോർമുല അറിയാം. ഏരിയ ഈക്വൽ ടു ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി an ഈക്വൽ ടു ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി summation I equal to 1 to n f of ci delta x. അപ്പോൾ നമുക്ക് ആദ്യം സ്മോൾ n കാണാം, എന്നിട്ട് സ്മോൾ n കണ്ടിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ an equal to summation I equal to 1 to n f of ci delta x. ഡെൽറ്റ എക്സ് നമുക്ക് 1/n എന്ന് കിട്ടിയിട്ടുണ്ട്. ഈക്വൽ ടു summation I equal to 1 to n f of ci into 1/n. ഇവിടെ വേരിയബിൾ i ആണ്, അപ്പോൾ 1/n കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്കത് പുറത്തേക്ക് എടുക്കാം. ഈക്വൽ ടു summation 1/n into summation I equal to 1 to n f of ci. നമുക്കറിയാം f of x എന്ന് പറഞ്ഞാൽ x² ആണ്. അപ്പോൾ f of ci എന്ന് പറഞ്ഞാൽ എക്സിന് പകരം c ആയിട്ട് കൊടുക്കുക. അപ്പോൾ ci² എന്ന് കിട്ടും. ദിസ് ഇസ് ഈക്വൽ ടു, നമ്മൾ ci ഇതാന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ 1/n summation I equal to 1 to n 2i-1/2n whole square. നമുക്ക് ഈ സ്ക്വയർ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഈക്വൽ ടു 1/n summation I equal to 1 to n 4i² plus 1 minus 4i divided by 4n square. ഇവിടെ വീണ്ടും വേരിയേഷൻ ഐയിലാണ്, അപ്പോൾ 4n² കോൺസ്റ്റന്റ് ആണ്. നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഈക്വൽ ടു 1/4n³ summation I equal to 1 to n 4i² plus 1 minus 4i. നമുക്ക് സമ്മേഷന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് ഇതിനെ ഒന്നുകൂടി ചെറുതാക്കാം. ദിസ് ഇസ് ഈക്വൽ ടു 1/4n³. ഓരോന്നിനെയും ഇൻഡിവിജ്വൽ സമ്മേഷൻസ് ഇടാം, കോൺസ്റ്റന്റിനെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ 4 into summation I equal to 1 to n i² plus summation I equal to 1 to n 1 minus 4 summation I equal to 1 to n I. നമുക്ക് കുറച്ച് ബേസിക് റിസൾട്ട് ഓർത്തെടുക്കാം. summation I equal to 1 to n i² എന്നുള്ളത് n into n plus 1 into 2n plus 1 whole divided by 6 ആയിരിക്കും. അതേപോലെ summation I equal to 1 to n I എന്നുള്ളത് n into n plus 1/2 ആയിരിക്കും.
ഒപ്പം തന്നെ സമേഷൻ ഐ ഈക്വൽ ടു 1 ടു n 1 എന്നുള്ളത് n ആയിരിക്കും. അപ്പൊ ഇതെല്ലാം നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈക്വൽ ടു 1 ബൈ 4n ക്യൂബ് 4 ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 6 പ്ലസ് n മൈനസ് 4n ഇൻറ്റു n പ്ലസ് 1 ബൈ 2. ഇനി നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. നമുക്ക് LCM എടുക്കാം ആദ്യം. 4n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 പ്ലസ് 6 മൈനസ് 12n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6. 6 അല്ല 6n. ഇനി ഇതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ n കോമൺ ഉണ്ട്, നമുക്കത് പുറത്തേക്ക് എടുക്കാം. ഈക്വൽ ടു n ബൈ 4n ക്യൂബ്. 6ഉം കോമൺ ആണ്, അത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇൻറ്റു 1 ബൈ 6 4 ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 പ്ലസ് 6 മൈനസ് 12n ഇൻറ്റു n. 12n പ്ലസ് 1 ഇങ്ങനെയായിട്ട് ചുരുങ്ങും. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് ഉദ്ദേശിച്ചത് എങ്ങനെയാണ് കേട്ടോ. ദിസ് ഈസ് ഈക്വൽ ടു ഈ ഒരു എന്നും ഒരു എന്നും ക്യാൻസൽ ആവും. അപ്പോൾ 1 ബൈ 24n സ്ക്വയർ ഇൻറ്റു 4 ടൈംസ് 2n സ്ക്വയർ പ്ലസ് n പ്ലസ് 2n പ്ലസ് 1 പ്ലസ് 6 മൈനസ് 12n മൈനസ് 12. This is equal to 1 by 24n square eight n square n plus 2 and 3n now plus 12n plus 4 plus 6 minus 12n minus 12. ഇതൊന്നും ക്യാൻസൽ ആവും. 10 മൈനസ് 12 മൈനസ് 2 ബാക്കിയാവും. 1 by 24n square 8n square minus 2. 2 കോമൺ ആണ്, നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഈക്വൽ ടു 2 by 24n square into 4n square minus 1. This is equal to 4n square minus 1 divided by 12n square. ഇപ്പോൾ an നമുക്ക് കിട്ടി, ഇനി ലിമിറ്റ് an കാണണം. അപ്പോൾ നമ്മളുടെ ഏരിയ. Therefore, area equal to limit n tending to infinity an. This is equal to limit n tending to infinity 4n square minus 1 by 12n square, which is equal to limit n tending to infinity 4n square by 12n square minus limit n tending to infinity 1 by 12n square equal to limit n tending to infinity 1 by 3 minus ഇവിടെ n tending to infinity ആവുമ്പോൾ 1 by 12n square tends to 1 by infinity. 1 by infinity tends to 0. അപ്പോൾ ഈ ഭാഗം 0 ആയി. ഇനി ലിമിറ്റ് n tending to infinity 1 by 3, ഒരു കോൺസ്റ്റന്റിന്റെ ലിമിറ്റ് അത് തന്നെയായിരിക്കും, ഈക്വൽ ടു 1 by 3. ഇനി നിങ്ങൾക്കുള്ള ഒരു ഹോംവർക്ക്, ഫൈൻഡ് ദി ഏരിയ of the region under the graph
of f of x equal to 4 minus x square on the interval closed interval -1. അടുത്തൊരു ചെറിയ ടോപ്പിക്കാണ് ഏരിയ ആൻഡ് ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ പഠിച്ചു ഏരിയ ഈക്വൽ ടു ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി summation I equal to 1 to n f of ci delta x. ഇനി നമുക്കറിയാം വെലോസിറ്റി എന്നുള്ളത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ടേക്കൺ, അല്ലെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് ട്രാവൽഡിനെ നമുക്ക് ഡിസ്റ്റൻസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം ടേക്കൺ. അപ്പോൾ രണ്ടും ഒരു പ്രൊഡക്റ്റ് ഫോമിൽ നമുക്ക് കിട്ടിയില്ലേ? summation I equal to 1 to n f of ci into delta xk velocity into time taken. അപ്പോൾ നമ്മൾ ഈ ടൈം ടേക്കണിനെ n ഈക്വൽ കഷ്ണങ്ങളായിട്ട് മുറിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ടൈം ടേക്കണിന് പകരം നമുക്ക് ഡെൽറ്റ ടി വരും. ടൈം ഇന്റർവെലിനെ n ഈക്വൽ പാർട്സ് ആയിട്ട് മുറിച്ചു. അപ്പോൾ ചേഞ്ച് ഇൻ ടൈം എന്ന് പറയുന്നത് നേരത്തെ പോലെ തന്നെ b മൈനസ് എ ബൈ എൻ ആയിരിക്കും. ഇനി വെലോസിറ്റീനെ p ഓഫ് എക്സ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇത് രണ്ടും കണക്ട് ചെയ്യണ ഫോം ഇങ്ങനെയാണ്: ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി summation k equal to 1 to n v of ck into delta t. അതാണ് നമുക്ക് പഠിക്കേണ്ടത്. ഇത് വരാനുള്ള ഫിസിക്സ് ആണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. നമുക്കറിയാം ഏരിയ എന്നുള്ളത് ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി summation I equal to 1 to n f of ci delta x ആണ്. അപ്പൊ അതേ കൺസെപ്റ്റിൽ നമുക്ക് ഡിസ്റ്റൻസിനെ പറയാം. ഡിസ്റ്റൻസ് ട്രാവൽ ഈക്വൽ ടു ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി summation k equal to 1 to n v of ck into delta t. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. താങ്ക് യു.